രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയത് കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എൻ ശംസേർ. സസ്പെൻഷൻ വിഷയത്തിൽ ഇതുവരെ കത്ത് ലഭിച്ചിട്ടില്ല. കത്ത് ലഭിച്ചാൽ വേണ്ടതുപോലെ ചെയ്യും. രാഹുൽ അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്നും സ്പീക്കർ. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചിരികയാണ്. സനു, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയത് സംബന്ധിച്ച് കോൺഗ്രസ് ഇതുവരെയും ഒരു ഔദ്യോഗികമായ അറിയിപ്പിൽ നൽകിയിട്ടില്ല എന്നാണ് സ്പീക്കർ എൻ ശംസേർ പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കർ പറഞ്ഞത്? കെ പി, എന്തായാലും ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള അതായത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ രേഖാമൂലമുള്ള ഒരു കാര്യങ്ങളും ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ജനപ്രതിനിധി കാത്തു സൂക്ഷിക്കേണ്ട ചില കടമകളുണ്ട്. അത്തരം കടമകൾ എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പോലീസ് കേസെടുത്തുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് പോലീസ് കേസെടുത്തുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതായത് വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത്. അത് ആ വഴിക്ക് നടക്കും. അതായത് പോലീസിന് നിയമ നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർക്കത് ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ സഭയുടെ നാഥൻ എന്ന നിലയിൽ നമ്മളെ അറിയിക്കേണ്ട ബാധ്യതയാണുള്ളത്. നിയമസഭാ സമ്മേളനത്തിലടക്കം പങ്കെടുക്കുമ്പോൾ അത്തരത്തിലുള്ള പരിപാടികളിലടക്കം നിൽക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് നടപടി ഉണ്ടായാൽ അതും പോലീസ് രേഖാമൂലം അറിയിച്ചാൽ മാത്രം മതി. മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ല എന്നും സ്പീക്കർ പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ വടകരയിലെ ഷാഫി പറമ്പിലിനെതിരായി നടന്ന പ്രതിഷേധത്തിലും സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. അതായത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് സ്വാധീനവും ബലവും ഉള്ളത്, അല്ലെങ്കിൽ അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്നാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നത് പതിവാണ്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പക്വതയോടുകൂടി പെരുമാറേണ്ട ചുമതല ജനപ്രതിനിധികൾക്കുണ്ട്. എന്നാൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധക്കാർക്കൊപ്പം നിന്ന് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ ചെല്ലുന്നത് ജനപ്രതിനിധികൾക്ക് ഭൂഷണമല്ല. അത്തരം നടപടികൾ ഉണ്ടാവാതെ നോക്കേണ്ടത് ജനപ്രതിനിധികളുടെ കടമയാണെന്നും സ്പീക്കർ പറഞ്ഞു. കെ പി. സനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.